ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് അഹ്കാമു തജ്വീദിലെ അദ്ദർസു സാലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് മദ്രസയുടെ കീഴിലുള്ള 6ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 3ാമത്തെ പാഠം എന്താണ്? അഹ്കാമു തൻവീൻ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ സാക്കിനായ നൂനിൻ്റേതായിരുന്നു പഠിച്ചിരുന്നത്. തൻവീനിനെ കുറിച്ചിട്ടാണ്. തൻവീനിന് ശേഷം വിവിധ അക്ഷരങ്ങൾ വന്ന ഉദാഹരണങ്ങളാണ് താഴെ കൊടുത്തത്. നമ്മൾ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ കഴിഞ്ഞതിൽ പഠിച്ചത് തന്നെയാണ്. തൻവീനിന് ശേഷവും ഇവിടെ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുന്ന ഉദാഹരണങ്ങൾ ഇവിടെ ഫായിദൻ. തൻവീൻ എന്താണെന്നറിയില്ലേ? 2 ഫതഹ വരും, 2 കസറ വരും, 2 ലമ്മ വരും അല്ലേ? തൻവീനുകൾ, തൻവീൻ ലമ്മ, തൻവീൻ കസറ, തൻവീൻ ഫതഹ് അല്ലേ? അതാണ് തൻവീൻ. എഴുത്തിൽ കാണാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ ഒരു സുക്കൂനുള്ള നൂനാണ് തൻവീൻ. എഴുത്തിൽ കാണൂല. അവിടെ ഫായിദൻ ദൻ കലിമത്തുകളുടെ അവസാനത്തിൽ എഴുത്തിൽ കാണൂല നൂന്, പക്ഷേ ഫായിദൻ എന്ന ഉച്ചാരണത്തിൽ ഒരു നൂന് വരും അല്ലേ? അതാണ് തൻവീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫായിദിൻ, ഫായിദുൻ എന്നൊക്കെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ നൂന് വരുന്നുണ്ട്. അതാണ് തൻവീൻ. അപ്പോൾ ഇവിടെ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായ ഹംസ, ഹ, ഐന്, ഹ, ഒയ്ന്, ഹ, ഈ 6 അക്ഷരങ്ങൾക്ക് മുമ്പ് തൻവീനുകൾ വന്നത് ഇവിടെ. ഹംസയുടെ തൻവീനിന് ശേഷം ഹംസ വന്നു. ഇവിടെയും തൻവീനിന് ശേഷം ഹംസ വന്നു. ഇവിടെ കസ്ര തൻവീനിന് ശേഷം ഹ വന്നു. ഇവിടെ ലമ്മ തൻവീനിന് ശേഷം ഹ വന്നു. തൻവീനിന് ശേഷം ഐന്, തൻവീനിന് ശേഷം ഹ, തൻവീനിന് ശേഷം ഒയ്ന്, തൻവീനിന് ശേഷം ഹ. അപ്പം ഇങ്ങനെ വരുന്നത് ഇൽഹാർ. വ്യക്തമാക്കി ഉച്ചരിക്കണം. വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ അസീസൻ, അസീസൻ ഹക്കീമ, അങ്ങനെ വ്യക്തമാക്കണം. നമ്മൾ ഇദാമിൻ്റെതിലൊക്കെ അസീസൈ അങ്ങനെ ഇയാലേക്കാണ് ഇവിടെ തൻവീനെ ചേർത്ത് പറയുക. അങ്ങനെ പറയാതെ ഇഖ്ഫ ആണെങ്കിൽ നമ്മൾ മറച്ച് മണിക്കണം. അസീസൻ അങ്ങനെ പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ഇവിടെ ഇൽഹാറാവുമ്പോൾ നമുക്ക് അതോടെ വ്യക്തമാക്കാം. അസീസൻ ഹക്കീമ എന്ന്. അവിടെ ഉന്നത്തും മണിക്കലും മറയ്ക്കലും ഒന്നും വേണ്ട. മനസ്സിലാക്കുക. അടുത്തത് ഇദ്ഗാം ബിഉന്ന. ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. നൂന്, വാവ്, മീമ്, യാ. ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് തൻവീനുകൾ വരുന്നത് ഇതാ യൗമ ഇദിൻ നഇമ. അപ്പം എന്താണ് അവിടെ ചെയ്യുന്നത്? ഇദ്ഗാം ബിഉന്ന, ഉന്നത്തോട് കൂടിയിട്ട് വേണം അവിടെ ഇദ്ഗാം ചെയ്യാൻ. ഇതിൻ നഇമ, ദിൻ നഇമ ഉന്നത്ത് ചെയ്യുക. മനസ്സിലായില്ല? ഹബ്ബം വനബാത്ത, ഹബ്ബം വനബാത്ത തൻവീനിന് ശേഷം വാവ്. ഇമാമിം മുബീൻ തൻവീനിന് ശേഷം മീമ്. ഹിസാബൻ യസീറ തൻവീനിന് ശേഷം യാ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഉന്നത്ത് ചെയ്യുന്ന രീതി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഇദ്ഗാം ബിലാ ഉന്ന. ലാമു റാവു ആണ് അല്ലേ? അവിടെ ഉന്നത്ത് കൂടാതെ ഉച്ചരിക്കണം. അഖിലല്ലമ്മ, അഖിലല്ലമ്മ ശിഹാബർ റഷദ. മനസ്സിലായില്ല? അപ്പോൾ തൻവീൻ ഷറാ, തൻവീൻ ലാം, അത് മനസ്സിലാക്കുക. ഇനി ഇക്ലാബ്. ഇക്ലാബ് എന്താണ്? നിനെയും തൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്യലാണ്. ഇവിടെ ബ തൻവീനിന് ശേഷം ബ വന്നാൽ തൻവീനെ മീമാക്കണം. അപ്പോൾ തൻവീനിലെ 2 ഫതഹയിൽ ഒരു ഫതഹിനെ അവിടെ നമ്മൾ മീമാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫഇമ്മാ മന്നം ബഅദ്, മന്നം ബഅദ് കുല്ലി നഫ്സിൻ ബിമാ, കുല്ലി നഫ്സിൻ ബിമാ തൻവീനിന് ശേഷം ബാ. ഇനി ഇഖ്ഫായിൻ്റെ നമ്മൾ 15 അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 15 അക്ഷരങ്ങൾ വന്നാൽ അവിടെ തൻവീൻ്റെ ശേഷം 15 അക്ഷരങ്ങൾ വരുന്ന ഉദാഹരണമാണ്. അവിടെ ജന്നാത്തുൻ തജിരി, തുന്ത തുന്തജിരി അങ്ങനെ. യൗമൻ സകീല. അപ്പം അങ്ങനെ 15 ഉദാഹരണങ്ങളും വന്നതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ വന്നത്.
ഇനി നമുക്ക് ഇതിൽ നോക്കി ഓതാൻ സൂറത്തുൽ മാഇദയിലെ 71-ാമത്തെ ആയത്ത്. അതൊക്കെ തജ്വീദ് നിയമങ്ങൾ, അതായത് സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങളൊക്കെ നോക്കിയിട്ട് ഓതാനാണ്. പിന്നെ ഹിഫ്ലിന് സൂറത്തുൽ മുൽക്കിൽ 5, 6, 7 ആയത്തുകൾ. പിന്നെ നമ്മൾ പഠിച്ച ദിക്റുകൾ ഒക്കെ അതിൻ്റെ കൂടെ ഒന്ന് ഓർത്തെടുക്കുക, നമ്മൾ പഠിച്ച ദിക്റുകളൊക്കെ. ദഫ്തർ തോലിബ് വർക്ക് ബുക്കിൽ അഹ്കാമു തൻവീനിലെ തൻവീനിന് ശേഷം നമ്മൾ അതിൽ പറഞ്ഞ ഇദ്ഹാറിൻ്റെയും ഇദാമും ബിഉന്നയുടെയും ഇദാം ബിലാ ഉന്നയുടെയും ഇക്ലാബിൻ്റെയും ഇദ്ഹാറിൻ്റെയൊക്കെ ഉദാഹരണം വന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് പോവുക. ആദ്യം ഫസ്റ്റ് മുതൽ തൻവീനിന് ശേഷം ബാ വന്നു, തൻവീനിന് ശേഷം വാവ് വന്നു. പിന്നെ ഇവിടെ വന്നത് ഇങ്ങനെ നോക്കി പോവുക. മനസ്സിലായില്ല? ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ദാ സൊബ്റൻ ജമീല, പിന്നെ ഹമീമുൻ ഹമീമ അവിടെ വന്നു. പിന്നെ എവിടെയാണ് എന്താ യൗമ ഇദിം ബിബനീൻ. പിന്നെ ഇവിടെ ജമിയൻ സുമ്മ. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ അക്ഷരമാണ് നോക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. ഇഖ്ഫ ആണ് ഇവിടെ വന്നത്. ഇവിടെ നസാത്തല്ലിൽ എന്താണ് തൻവീന് ശേഷം ലാമ് ഇദാമും ബിലാവുന്ന. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി രേഖപ്പെടുത്തുക. ഇനി അതിൽ നിന്ന് നമുക്ക് താഴോട്ട് ഉദാഹരണങ്ങൾ എഴുതണം. ഇൽഹാറു തൻവീന്, തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ ഏതെങ്കിലും ഒരു അക്ഷരം വന്നതിന് ഉദാഹരണം എഴുതാൻ. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചതിൽ ഇൽഹാറിൻ്റെ അക്ഷരമായ അംസ, ഹ, ഐന്, ഐന്, ഹ, ഹ അത് ഏതെങ്കിലും വന്നത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ നോക്കുക. ഇതവിടെ ഹമീമുൻ ഹമീമ എന്നത് ഇൽഹാറിൻ്റെ ഉദാഹരണമാണ്. അത് മനസ്സിലാക്കുക. അടുത്തത് പിന്നെ ഇദാം ബിഉന്നയുടേതാണ്. ഇവിടെ തൻവീനിന് ശേഷം വാവ് വന്നു, ഇദാം ബിഉന്നയുടെ അക്ഷരമായ. അപ്പോൾ അത് എഴുതാം. പിന്നെ അടുത്തത് ഇദാമും ബിലാഉന്നയുടേതാണ്. ഇദാമും ബിലാഉന്നയുടേതാണ്. നമ്മൾ ഇവിടെ നസാഅത്തൽ ലിസ്സവ ലാമ് വന്നിട്ടുണ്ട്. ഇക്ലാബിൻ്റെതിന് ഇവിടെ തൻവീനിന് ശേഷം ബാ വന്നു, അത് എഴുതാം. പിന്നെ ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ് ജീമ്, തൻവീനിന് ശേഷം ജീമ് വന്നു. അപ്പോൾ അതൊക്കെ ഉദാഹരണം മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ എഴുതുക. പിന്നെ നമുക്കിവിടെ ചോദ്യത്തിന് ഉത്തരം എഴുതാണ്ട് എന്താണ് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 വിധികൾ ഏതെല്ലാം? ഏതൊക്കെയാണ് 5 വിധികൾ? ഇവിടെ താഴെ ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഓർഡർ അറിയാലോ. ഇൽഹാർ, ഇദാം ബിഉന്ന, ഇദാം ബിലാ ഉന്ന, ഇക്ലാബ്, ഇൽഹാർ, ഇഖ്ഫാ അങ്ങനെ ഓർഡർ പ്രകാരം അവിടെയൊക്കെ 5 വിധികൾ എഴുതി വെക്കുക. പിന്നെന്താ അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താണ്? തൻവീനിന് ശേഷം ഏത് ഹർഫുകൾ വന്നാലാണ് തൻവീനിനെ ഇൽഹാർ ചെയ്യേണ്ടത്? തൻവീനിന് ശേഷം ഏത് ഹർഫുകളാണ്? ഇദാം ബിഉന്നയുടെ തൻവീനിന് ശേഷം ഏത് ഹർഫുകളാണ്? തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായ അംസ, ഹ, ഐന്, ഹ, ഒയ്ന്, ഹ ഈ 6 ഹർഫുകൾ വന്നാൽ തൻവീനിനെ ഇൽഹാർ ചെയ്യണം. അങ്ങനെ ഏത് ചോദ്യം വന്നാലും നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയണം, മനസ്സിലാക്കട്ടോ. അടുത്തെന്താ? ഐനൈ യശ്റബു എന്നതിൽ തൻവീനിനെ ഇദാമും ബിഉന്ന ചെയ്യണം, കാരണം എന്ത്? അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കി എഴുതാം. തൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായ യാ വന്നു. അപ്പോൾ അവിടെ തൻവീനിനെ ഇദാം ബിഉന്ന ചെയ്യണം, അങ്ങനെ എഴുതാം. അപ്പോൾ ഇതുപോലെ എക്സാമിന് വരാറുണ്ട്, മനസ്സിലാക്കി പഠിക്കട്ടോ. അടുത്ത തൻവീനിനെ ഉന്നത്ത് കൂടാതെ ഇദാം ചെയ്യണം. എപ്പോൾ? ഉന്നത്ത് കൂടാതെ ഇദാം ചെയ്യേണ്ടത് എപ്പോഴാണ്? തൻവീനിന് ശേഷം ഇദാമും ബിലാ ഉന്നയുടെ തൻവീനിന് ശേഷം ഇദാമും ബിലാ ഉന്നയുടെ അക്ഷരങ്ങളായ ലാമ്, റ എന്നിവ വന്നാൽ അവിടെ തൻവീനിനെ ഉന്നത്ത് കൂടാതെ ഇദാം ചെയ്യണം. ലാമ്, റ എന്നിവ വന്നാൽ തൻവീനിനെ ഉന്നത്ത് കൂടാതെ ഇദാം ചെയ്യണം, മനസ്സിലാക്കിയതാ. അടുത്ത ചോദ്യം എന്താണ്? തൻവീനിന് ശേഷം ഏതെല്ലാം ഹർഫുകൾ വന്നാലാണ് തൻവീനിനെ ഇഖ്ഫാ ചെയ്യേണ്ടത്? ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളായ 15 അക്ഷരങ്ങൾ ഇവിടേക്ക് എഴുതാം. തൻവീനിന് ശേഷം ആ അക്ഷരങ്ങൾ വന്നാൽ തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം, മനസ്സിലാക്കാം. അടുത്തത് സാക്കിനായ നൂനിനും തൻവീനും ഇക്ലാബ് ചെയ്യണം. എപ്പോൾ? സാക്കിനായ നൂനിനെയും തൻവീനെയും ഇക്ലാബ് ചെയ്യണം എപ്പോഴാണ്? നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ബാ വന്നാൽ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ബാ വന്നാൽ ആ നൂനിനെയും തൻവീനെയും ഇക്ലാബ് ചെയ്യണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. നമുക്കിവിടെ മാച്ച് ചെയ്യാൻ വന്നാണ്. അപ്പോൾ ഇവിടെ
തൻവീന് ശേഷം ഹ, കുല്ലു ഷൈഇൻ ഖാലിഖുൻ. എന്താണ്? ഹ ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അപ്പം നമുക്ക് അതിൻ്റെ സി എഴുതാം. തൻവീന് ശേഷം മീമ് ഇദാം ബൗന്നയുടേത്. അപ്പം അതിൻ്റെ ഇ എഴുതാം. തൻവീന് ശേഷം റാ ഇദാം ബിലാവുന്ന. അപ്പം അതിൻ്റെ എ എഴുതാം. തൻവീന് ശേഷം ബാ ഇക്ലാബ്. അപ്പം അതിൻ്റെ ബി എഴുതാം. തൻവീന് ശേഷം തോ ഇഹ്ഫായിൻ്റെ അക്ഷരം. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അപ്പോൾ ഇതൊക്കെ വേർഡ്സുകൾ മാറാം. ഹാന് പകരം നമുക്ക് ഹംസ, ഐന് അതേതെങ്കിലും തരാം. അപ്പോൾ ഇതൊക്കെ ഉദാഹരണങ്ങൾ. വേർഡ്സുകൾ മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇതുപോലെ അടയാളപ്പെടുത്താൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകൾ പറയുന്നത്, വിട്ടുപോകുന്നതൊക്കെ, മാറിപ്പോകുന്നതും കട്ട് ചെയ്യാൻ വിട്ടുപോകുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.